സ്വന്തം പോലീസ് ക്യാന്റീൻ കാർഡ് SDPI സംസ്ഥാന നേതാവിന് നൽകിയ പെരുമ്പാവൂരിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. പച്ചവെളിച്ചത്തെക്കുറിച്ച് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? പച്ചവെളിച്ചം നമ്മുടെ നാട്ടിൽ സജീവമാണ് എന്ന് മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ടിനും SDPIക്കും വേണ്ടുന്ന എല്ലാ പരിരക്ഷയും സുരക്ഷയും നൽകി അവരെ സംരക്ഷിച്ചു പോകാനുള്ള ഉത്തരവാദിത്വം പച്ചവെളിച്ചം ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാ മേഖലകളിലും പച്ചവെളിച്ചമുണ്ട്. ഇപ്പൊ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ, നമ്മളിപ്പോഴാണ് ഈ കരിപ്പൂരിൽ നിന്ന് പിടിക്കപ്പെടുന്ന മലദ്വാർ ഗോൾഡ് ശ്രദ്ധയിൽപ്പെട്ടത്. ഈ ഉമ്മറം ഗോൾഡും മലദ്വാർ ഗോൾഡും എത്ര കൊല്ലങ്ങളായി ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. എത്ര പിടിക്കപ്പെടുന്നുണ്ട്? 1000 സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ 1 2 മാത്രം പിടിക്കപ്പെടുന്നു. പിന്നീട് ഏതെങ്കിലും മാധ്യമങ്ങൾ അതിന്റെ ഫോളോ അപ്പ് നടത്താറുണ്ടോ? എന്താണ് അതിന്റെ അപ്ഡേഷൻ എന്ന് നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും അന്വേഷിച്ച് പോകാറുണ്ടോ? ഇല്ല. ഇതേപോലെ തന്നെയാണ് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും. SDPI നമുക്കറിയാം, കേരള ഹൈക്കോടതി ഭീകരവാദ സംഘടനയാണ് എന്ന് പറഞ്ഞ 2 സംഘടനകളാണ് പോപ്പുലർ ഫ്രണ്ടും SDPIയും. ഇതുമായിട്ട് ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ കൂട്ടുകച്ചവടം എന്താണ്? ASI സലീം എന്ന വ്യക്തിക്കെതിരെ റൂറൽ SP വൈഭവ് സക്സേനയാണ് ശക്തമായ നടപടി ദ്രുതഗതിയിലെടുത്തത്. ഇന്നലെ പെരുമ്പാവൂർ പോലീസ് ക്യാന്റീനിൽ ASI സലീമിന്റെ കാർഡുമായി എത്തിയ SDPI സംസ്ഥാന സമിതി അംഗം VK ഷൗക്കത്ത് അലിയും കൂട്ടരും TV വാങ്ങി പുറത്തിറങ്ങിയപ്പോൾ അയാളെ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ തിരിച്ചറിഞ്ഞു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ SI സലീമിന്റെ കാർഡ് ഉപയോഗിച്ചിട്ടാണ് TV വാങ്ങിയത് എന്ന് കണ്ടെത്തി. കൂട്ടത്തിൽ ASI സലീം ഉണ്ടായിരുന്നുമില്ല. പോലീസ് ഉദ്യോഗസ്ഥർക്കും കുടുംബത്തിനും മാത്രമാണ് പോലീസ് ക്യാന്റീനിൽ നിന്ന് വീട്ടു സാധനങ്ങൾ വാങ്ങാൻ അനുമതിയുള്ളൂ നിലവിൽ. അപ്പൊ കാർഡിന്റെ ദുരുപയോഗം ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി സലീമിനെതിരായ നടപടി സ്വീകരിക്കുകയായിരുന്നു. എന്നാൽ കാർഡ് ഉപയോഗിച്ചത് താനല്ലെന്നും ASIയുടെ സഹോദരനാണ് എന്നുമായിരുന്നു SDPI നേതാവ് വിശദീകരിക്കുന്നത്. സലീമിന്റെ സഹോദരൻ തന്റെ സുഹൃത്താണെന്നും ഷൗക്കത്ത് അലിയുടെ വിശദീകരണം. സഹോദരനാണ് കാർഡ് ഉപയോഗിച്ചത് എന്ന് സസ്പെൻഷനിലായ ASIയും മൊഴി നൽകുന്നു. രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനായ സലീമിന്റെ SDPI PFI ബന്ധം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് വകുപ്പിന്റെ നിർദ്ദേശം. പച്ചവെളിച്ചത്തിന്റെ പിന്നിൽ ആരാണ്, പച്ചവെളിച്ചം ആരാണ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പോപ്പുലർ ഫ്രണ്ടിന്റെ രഹസ്യ വിഭാഗമാണ് പച്ചവെളിച്ചം. ഇവർക്ക് എല്ലാ കാര്യങ്ങളും എത്തിച്ചു കൊടുക്കാൻ എല്ലാ വിഭാഗത്തിലും ഇവരുടെ ഉദ്യോഗസ്ഥർ കടന്നുകൂടിയിട്ടുണ്ട്, നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഏതെങ്കിലും നാട്ടിലാണെങ്കിൽ പോലും ഇവർക്ക് അനുകൂലമായ രൂപത്തിലുള്ള, ഇവർക്ക് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള നാട്ടിൽ അവരെ കൊണ്ടുവരും പോലീസ് ഉദ്യോഗസ്ഥരായിട്ട്. പോലീസായിരിക്കും, വേറെ എവിടെയെങ്കിലും ആയിരിക്കും. കസ്റ്റംസ് ഉദ്യോഗസ്ഥരായിരിക്കും, വേറെ എവിടെയെങ്കിലും ആയിരിക്കും. പക്ഷെ അവർക്ക് കരിപ്പൂരും കണ്ണൂരും ഒക്കെ പോസ്റ്റിംഗ് കിട്ടും. എങ്ങനെയാണ്, ഏത് സ്വാധീനത്തിന്റെ രൂപത്തിലാണ് കിട്ടുന്നത് എന്നൊന്നും ചോദിക്കരുത്. എല്ലാ മേഖലകളിലും ഇവരുടെ പച്ചവെളിച്ചത്തിന്റെ ആളുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവർ കൃത്യമായ രൂപത്തിൽ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ രാജ്യവിരുദ്ധതകൾ പ്രവർത്തിക്കുന്നുമുണ്ട്. SDPI ഒരു പാർട്ടിയുടെ പേരാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ പാർട്ടിയാണ്. അതായത് PFI തന്നെയാണ് SDPI എന്നത് വ്യക്തം. ഇവിടെ നേരത്തെ പച്ചവെളിച്ചം എന്നൊരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നതായുള്ള പരാതികളൊക്കെ ഉണ്ടായിരുന്നു. കേരള പോലീസിലാണ് ഈ പച്ചവെളിച്ചം പ്രവർത്തിക്കുന്നത്. അതായത് ഇവിടുത്തെ RSSകാരെ എങ്ങനെ കൊല്ലാം, ഏത് രീതിയിൽ കൊല്ലാം, ഇവിടുത്തെ BJPക്കാരെ ആരൊക്കെ കൊല്ലണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു സംവിധാനം പണ്ട് PFI ഉണ്ടാക്കി. അതിലേക്ക് ഈ RSS നേതാക്കളുടെയും BJP നേതാക്കളുടെയും ഒക്കെ തന്നെ വിവരങ്ങളും വീടും മാപ്പും അവരുടെ ഫോൺ നമ്പറും അവരുടെ ഭാര്യ വീടും ഒക്കെ തന്നെ ചോർത്തി കൊടുത്തത് ഈ പച്ചവെളിച്ചമാണ് എന്നുള്ള ആരോപണം അന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇടുക്കി ഈ പച്ചവെളിച്ചവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ ചോർത്തി കൊടുത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും തുടർന്ന് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. ഇതിപ്പോൾ ഷൗക്കത്ത് അലി എന്ന SDPI നേതാവ് സലീം എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പെരുമ്പാവൂരാണ് സംഭവം. കാർഡ്, അതായത് അയാളുടെ ഈ പോലീസിൽ നിന്ന് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന കാർഡ് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ ഈ ഒരു വിഷയം ആരോപണമായി ഉയരുന്നത്, അല്ലെങ്കിൽ ചർച്ചയായി മാറുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അയാളുടെ സർവീസുമായി ബന്ധപ്പെട്ട അർഹതപ്പെട്ട ആനുകൂല്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കാർഡ് കൊടുക്കുന്നത്. ഈ കാർഡുമായി ബന്ധപ്പെട്ട് അയാൾക്ക് അല്ലെങ്കിൽ അയാളുടെ കുടുംബാംഗങ്ങൾക്ക് പോലീസ് ക്യാന്റീനിൽ പോയി വില കുറച്ച് ഭക്ഷണ സാധനങ്ങളും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഒക്കെ വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഈ കാർഡ് SDPI നേതാവ് ഷൗക്കത്ത് അലി എങ്ങനെ കൈപ്പറ്റി, എങ്ങനെയാണ് ഇതുമായി ഈ പോലീസ് ക്യാന്റീനിൽ എത്തിയത്, സാധനങ്ങൾ വാങ്ങാൻ ശ്രമിച്ചത്? അപ്പോൾ SDPI
ഈ പോലീസ് ഉദ്യോഗസ്ഥനും സലീം എന്ന പോലീസ് ഉദ്യോഗസ്ഥനുമായി എന്ത് ബന്ധമാണ് ഉള്ളത്? SDPI എന്നത് ഇപ്പം SDPIയുടെ ഏറ്റവും പ്രമുഖനായ നേതാവിനെ അടക്കം സംശയനിലയിൽ നിർത്തിക്കൊണ്ട് പരിശോധനകളും കേസും ഒക്കെ എടുത്ത് അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ മറ്റേ MK ഫൈസിയുടെ കാര്യമാണ് പറയുന്നത്. ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ സാഹചര്യത്തിൽ എന്തായാലും SDPI ഒരു പുണ്യവാന്മാരുടെ സംഘടനയൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവിടുത്തെ മതനിരപേക്ഷ മതസൗഹാർദ്ദ സംഘടനയൊന്നുമല്ല. ഒരു രാഷ്ട്രീയ സംഘടനയാണ്, ഒരു തീവ്രവാദ സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിന് സമാനമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടന തന്നെയാണ് SDPI. അപ്പോൾ SDPIയുമായി എന്താണ് ബന്ധം? ഇതിനിടെ ചില കമന്റുകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വന്നു. അതായത് അങ്ങനെ കാർഡുകൾ പലർക്കും കൊടുക്കാറുണ്ട്, ഇതിപ്പോൾ SDPIക്കാരനായതുകൊണ്ട് എന്തേ കുഴപ്പം എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. SDPIക്കാരനായതുകൊണ്ടാണല്ലോ കുഴപ്പം. എല്ലാം സാധാരണ സലീമിന്റെ ബന്ധുക്കൾക്കോ വേണ്ടപ്പെട്ടവർക്കോ സുഹൃത്തുക്കൾക്കോ ഈ കാർഡ് കൊടുത്താൽ ഇത്രയും പ്രശ്നമാകില്ലല്ലോ. SDPIയുടെ ഏറ്റവും മുതിർന്ന നേതാവിന് ഈ കാർഡ് കൊടുക്കുകയും ഇയാൾ ഇതിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനായി പോലീസ് ക്യാന്റീനിൽ എത്തുകയും ചെയ്തതാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാകുന്നത്. അതായത് പച്ചവെളിച്ചം ഇപ്പോഴും സജീവമാണ്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇപ്പോഴും സജീവമാണ്, SDPI ഇപ്പോഴും സജീവമാണ്. ഇതിലൊക്കെ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ പോലീസുകാരുടെ ഇടപെടൽ ഇപ്പോഴും സജീവമാണ്. പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയാണ്, ഒരു അക്ഷരം മിണ്ടില്ല. ഇവിടെ സർക്കാർ സംവിധാനങ്ങളൊന്നും മിണ്ടില്ല, DGP മിണ്ടില്ല, ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ മിണ്ടില്ല. പച്ചവെളിച്ചം ഇങ്ങനെ പച്ചകത്തിച്ച് നടക്കുകയാണ്. മത തീവ്രവാദത്തിന്റെ മറ്റൊരു മുഖമായി ഈ പച്ചവെളിച്ചം മാറിയിരിക്കുന്നു എന്ന ആരോപണമാണ് കഴിഞ്ഞ കുറെ കാലമായി ഉയരുന്നത്. അതിന് കൂടുതൽ ശക്തി പകരുന്നതാണ് ഈ പോലീസുകാർക്കിടയിലുള്ള ഇത്തരം ദുരൂഹമായ ഇടപാടുകൾ എന്നതിൽ യാതൊരു തർക്കവുമില്ല. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ്. ഇതൊന്ന് തുറന്നു പറയാൻ നമ്മുടെ നാട്ടിൽ ഏത് മാധ്യമങ്ങളാണുള്ളത്? പോലീസുകാർക്ക് സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ തീവ്രവാദ സംഘടനാ പ്രവർത്തകർക്ക് വഴിമാറുന്നു. അപ്പൊ ഇതിനു മുമ്പ് ഇവരെന്തെല്ലാം ഇവിടെ ചെയ്തിരിക്കും? ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടിട്ടുണ്ടോ? കേരളത്തിൽ ഇവരെന്ത് പണിയാണ് എടുക്കുന്നത് എന്ന് നമുക്കറിയാം വളരെ നന്നായിട്ട്. കേരളത്തെ ഇവർ ഒരു ഇസ്ലാം മത ഭീകര രാജ്യമാക്കി മാറ്റുന്നതിനുള്ള കഠിനമായിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ബംഗ്ലാദേശികളെയും അഫ്ഗാനികളെയും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് ബംഗാളികളാണ് എന്ന വ്യാജേന ഒരുപാട് വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുത്ത് 20,000-ഉം 25,000-ഉം കൊടുത്താൽ വ്യാജ ആധാർ കാർഡ് വേണോ, പാസ്പോർട്ട് വേണോ, റേഷൻ കാർഡ് വേണോ, ബാങ്ക് അക്കൗണ്ട് വേണോ, ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വലിയ മാഫിയ തന്നെ നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ബംഗ്ലാദേശികളെ ഒരുപാട് പിടിക്കപ്പെട്ടപ്പോഴെല്ലാം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന രേഖകൾ നിർമ്മിച്ചു നൽകുന്നത് ആരാണ് എന്ന് അവർ തന്നെ പോലീസിന് മൊഴി നൽകിയ കാര്യങ്ങളുമാണ്. അവരെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇവർക്ക് ആയുധ പരിശീലനമടക്കം കൊടുക്കുന്ന വിവരങ്ങൾ നമുക്കറിയുന്നതാണ്. എത്രയോ ബംഗ്ലകളെ അവർ ഇവിടെ കൊണ്ടുവന്നിട്ട് അന്താരാഷ്ട്ര ഭീകരന്മാരെ വരെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു സ്പേസ് ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്ന സംഘടന. ഇവരെയൊക്കെ മതേതരന്മാരായി വെള്ളപൂശാനും ഇവർക്കു വേണ്ടി സംസാരിക്കാനും ഇവർക്കു വേണ്ടി വാദിക്കാനും എത്രയെത്ര മാധ്യമങ്ങളാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് കേരളത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഭീകരത എത്രമേൽ കരാളഹസ്തങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുന്നത്. SDPIക്കാരെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഒന്ന് പറഞ്ഞു നോക്കുക, ഭീഷണി നമ്മുടെ വാതിലിൽ വരും, കോളിംഗ് ബെല്ല് രൂപത്തിൽ. അത്രയ്ക്ക് ഭയപ്പെടാം. അതുകൊണ്ടാണ് കേരള ഹൈക്കോടതി തന്നെ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ് എന്ന് ഈ രണ്ട് സംഘങ്ങളെയും മുദ്ര കുത്തിയത്. എന്നിട്ട് സർക്കാർ സർവീസിലിരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കെ എന്താണ് ഈ കൂട്ടുകച്ചവടം എന്ന് സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ടതില്ലേ? നന്ദി.